എന്തേലൊക്കെ ഒന്ന് പറ, അവന്റെ ബർത്ത്ഡേ അല്ലേ ഇന്ന്, അവനെ കുറിച്ച് എന്തേലൊക്കെ ഒരു വാക്ക് പറ. ഷൈനി ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മളെ കൂടെ. ഷൈനി ഹായ്. അടുത്ത പാടം എങ്ങനെയുണ്ടായിരുന്നു? ഉറങ്ങിയായിരുന്നു ഇന്നലെ മോനെ. കിഡിലെ ആംബിയൻസ് അല്ലേ ഇങ്ങയാ? നീ അന്ത പക്കം പാറ്. അവിടെ വേറൊരു കട്ടയില് പിന്നെ അങ്ങനെ പോയിട്ടാണ് നമ്മള് നേരത്തെ കണ്ട ടോപ്പ് മെയിൻ സംഭവം ഉണ്ടല്ലോ, ആ വെടിക്കെട്ടിന് മുമ്പുണ്ടായത് തീർക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് മലപ്പുറത്തുനിന്ന് വിളിച്ചു വരുത്തിയതാണ് എന്നെ ഈ പൊന്നുനെ. പൊന്നുല കരഞ്ഞ് വെടിക്കെട്ടില്ലാത്തോണ്ട്. പൊന്നു മുഖം നോക്കി, പൊന്നു ഇത് കാണിക്ക്. വെടിക്കെട്ടെല്ലാം ഉണ്ടായിരുന്നു, നിങ്ങൾ നേരെ വരാത്താണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, നമ്മൾ ഇന്നിപ്പോ കാസർഗോഡ് മച്ചാന്റെ നാട്ടിലാണ്. ഗായ്സ്, ഇന്ന് ഫെബ്രുവരി 28 മച്ചാന്റെ ബർത്ത്ഡേ ഉണ്ട്. അമ്മൂമ്മ നമ്മൾ പണിക്കാരിറക്കിന്ന്, ഇതാണ്ട് അമ്മൂമ്മ ഉണ്ട്. ഇത് അമ്മൂമ്മ വന്നേ. അപ്പൊ ഗൈസ്, ഞാനിത് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഇവിടെ എത്തിയിട്ട് എന്താ മച്ചാന്റെ ബർത്ത്ഡേ ആയതുകൊണ്ടും പിന്നെ ഇവിടെ കുമ്പള ഒരു ഉത്സവം, വലിയ ഉത്സവം പരിപാടികളുണ്ടും അതിന്റെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ ഇന്നോട്ട് നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നലെ മിനിയാന്നൊക്കെ കുറെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ഞാനൊന്നും വ്ളോഗ് എടുക്കാൻ പറ്റില്ല. വേറൊരു ഉത്സവത്തിന് ഞങ്ങൾ ഇന്നലെ പോയി, രാത്രി വന്ന് ലേറ്റായി. രാത്രി 12 മണിയല്ല, ഒരു മണി ആ സമയത്ത് നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ട് മച്ചാന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്ക് കട്ട് ചെയ്ത് അതിനുശേഷം അൽഫാം പൊരിച്ച് ഏകദേശം 4 മണിയുണ്ട് ഗൈസ് കിടന്നുറങ്ങിയപ്പോൾ. എന്നിട്ട് ഇന്ന് രാവിലെ എണീറ്റ് ഇപ്പൊ സമയം ഏകദേശം 12:30 ആയിട്ടാണ്. 1 മണി 1:30 മഞ്ഞുമൽ ബോയ്സ് കളിക്കുന്നുണ്ട് കാസർഗോഡ്. അപ്പൊ കാസർഗോഡേക്ക് പോകുന്നു. അമ്മൂമ്മ വന്നേ. അമ്മൂമ്മ ഒരു ഹായ് പറഞ്ഞേ. എന്നെ കാണാൻ ഒരുപാട് പേര് യൂട്യൂബിൽ കാത്തു നിൽക്കുന്നുണ്ട്, അറിയോ? ഒരുപാട് പേരൊന്നും ഇല്ല. അപ്പം ഇതാണ്ട് അമ്മൂമ്മ. ഞങ്ങളിവിടെ വരുമ്പോ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവുന്ന ആൾ അമ്മൂമ്മയാണ്ട. അമ്മൂമ്മ എന്തേലൊക്കെ ഒന്ന് പറ, അവന്റെ ബർത്ത്ഡേ അല്ലേ ഇന്ന്, അവനെ കുറിച്ച് എന്തേലൊക്കെ ഒരു വാക്ക് പറ. അമ്മൂമ്മ കുറച്ച് ഷൈ ഉണ്ട്. അമ്മൂമ്മ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഫുൾ ടൈം ചിരിച്ചുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. അമ്മൂമ്മ വിശക്കുന്നില്ലേ? ഇനി വിശക്കുന്നില്ലേ? ഞങ്ങൾക്കൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി തരും, പക്ഷെ അമ്മൂമ്മ കഴിക്കുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല. മുമ്പ് കഴിച്ച് തീർക്കുന്നതായിരിക്കും. അതാണ് വെറുതെ ആളെ കാണാത്തല്ലേ. ഇതെന്താന്നറിയോ? ഇത് യൂട്യൂബിലേക്കുള്ള വീഡിയോ ആണ്. ഇപ്പൊ അവനില്ലേ കണ്ണൂർ, നിങ്ങൾ അന്ന് പറശ്ശിനിക്കടൊക്കെ പോയപ്പോ വീഡിയോ എടുത്തില്ലേ, അന്ന പോലെ എടുക്കുന്നത്. എന്നിട്ട് ഇത് ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്പൊ ഒരു ആൾക്കാർ, യൂട്യൂബിൽ വരുന്ന ആൾക്കാർ ഇത് കാണും. ഇത് കാണും. ഇനി പോയിട്ട് വരട്ടെ. അപ്പൊ നമ്മളിത് പോയിട്ട് വരാമോ? അപ്പൊ ഗൈസ്, നമ്മളിത് ഇവിടെ വണ്ടി റെഡി ആയിട്ടാ. ഇനി പൊന്നുണ്ട്, ശരത്തേട്ടനുണ്ട്, അനീഷുണ്ട്. പൊന്നൊക്കെ ഇന്നലെ വന്നാട്ടെ, ഞാൻ മിനിയാന്ന് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ മഞ്ഞുമൽ ബോയ്സിന് പോകുന്നിട്ടാ. കാസർഗോഡ് പടം 1:30 ഉണ്ട്. അപ്പൊ അത് കാണണം ഗൈസ്. പൊന്നു ഓക്കെ അല്ലേ? എന്തെങ്കിലും കഴിക്കാൻ അനീഷ എപ്പോഴോ പടം എന്ന് പറഞ്ഞാൽ 1:30. ഏതാണ് മൂവി മാക്സ് സീൻ ഗൈസ്. അങ്ങനെ നമ്മളിത് തിയേറ്ററിൽ എത്തിയിട്ടാ. ഇവിടെ മഞ്ഞുമൽ ബോയ്സ് ഉണ്ട്, ബ്രഹ്മയുഗം തുണ്ട്, ഇങ്ങനെ ഒരു 3-4 സ്ക്രീൻ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഷൈനി ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മളെ കൂടെ. ഷൈനി ഹായ്. ഷൈനി നമ്മൾ ഇവിടുന്ന് പരിചയപ്പെട്ടു. പിന്നെ എനിക്ക് ആകെ 16 വ്യൂസാ കിട്ടുന്ന. അതിലിപ്പോ നിന്റെ കോളേജിൽ നിന്ന് ആള് മച്ചാ ഏത് ടിക്കറ്റ് കിട്ടും? 1:30 ആയല്ല. ഗൈസ് കൊടുക്കത്തെ തിരക്കണ്ട. 1:45 എന്തോണ് പടം തുടങ്ങുന്ന കേട്ടാ. അതെ ഇവിടെ വരി നിൽക്കുന്നു. നമുക്ക് വേണ്ടി അനീഷ് വരി നിൽക്കുന്നു. കൊള്ളട്ടെ, ഇതെന്തോ മാള് സെറ്റപ്പ് എന്താണെന്ന് തോന്നല്ല. തിയേറ്റർ തന്നെയാണ്, കുറെ സ്ക്രീനൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് കറക്റ്റ് ടൈമിനാണ്. 1:30 പടം. 1:30 പടം. കേറ്. അപ്പോ പടം കണ്ടിട്ട് വരാം ഗൈസ്. തിയേറ്ററിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടാ. സെന്റർ ബുക്കിംഗ്. അനീഷ് സെന്ററിൽ സീറ്റ് ഒഴിവുണ്ടായിരുന്നല്ലോ, അവിടെ അടുത്തോണ്ട് ബുക്കിംഗ്. എവിടെ? ഇവിടെ താമസിച്ചാ. താങ്ക് യു. ഇന്നലത്തെ ഉറക്കെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? അവരെ കിട്ടിയ 4 മണി. എത്ര മണി വരെ ഉറങ്ങി നിങ്ങൾ? ശരിക്കും 4 മണിക്കൂർ. എന്തിനാ എണീറ്റ് നേരത്തെ കാലം? ഇന്നലത്തെ ഉറക്കൊന്നും ഇനി ഇവിടുന്ന് കിട്ടുന്നു. മച്ചാടെ കാര്യമായിട്ടൊരു വീഡിയോ എഡിറ്റ് ചെയ്യലാണ് കേട്ടോ ഗൈസ്. പണി നമ്മളൊരു വൈൻ വീഡിയോ എടുത്തായിരുന്നു. വൈൻ എഡിറ്റിംഗും പരിപാടി.
ഗൈസ് നമ്മള് പടം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടാ ഓക്കെ ആയിരുന്നു, നൈസ് ആയിരുന്നു. പടം കഴിഞ്ഞിട്ട് പറയാട്ടോ എല്ലാവരും അഭിപ്രായം ഇനിയാണ് ഗൈസ് കാണാൻ ഗൈസ്. അങ്ങനത്തെ പടം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നെല്ലിക്കുന്ന് ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഇവിടെ കാസർഗോഡെന്നുള്ള ഒരു ബീച്ചാണ് നെല്ലിക്കുന്ന് ബീച്ച്. ഇത് നെല്ലിക്കുന്ന് ലൈറ്റ് ഹൗസിൻ്റെ മുന്നിൽ നിന്ന് നേരെ ഓപ്പോസിറ്റിലൊരു ഗേറ്റ്. ഇത് തുറന്നിട്ടാണ് ബീച്ചിലേക്ക് കിടക്കുന്നത്. ഗൈസ് പടത്തെക്കുറിച്ച് ആദ്യം തന്നെ പറയാട്ടോ, പടം ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു പടം ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. എനിക്കതൊരു ആ ഫീല് വിടുന്നില്ലായിരുന്നു. ഞാൻ അതുകൊണ്ടായിരുന്നു അവിടുന്ന് അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊന്നും പറയുന്നത്. റിവ്യൂ അറിയുന്നതല്ല, പക്ഷേ എനിക്ക് ആ ഫീല് വിടുന്നില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് സിനിമ. സൗബിനാണെങ്കിലും ബാസിയാണെങ്കിലും ഒക്കെ ഒരു രക്ഷയില്ലായിരുന്നു. മൊത്തം എൻ്റെ ടീം ഭയങ്കര അടിപൊളിയായിരുന്നു. അതിനെക്കുറിച്ച് ഇനി കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല വൈബിലാണ്. എനിക്ക് പടം കണ്ട ഹാങ് ഓവർ വിടുന്നില്ല കൈ. നമ്മളിത് ബീച്ചിൽ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബീച്ചിൽ നിന്ന് കഴിഞ്ഞതിന് ശേഷം നേരെ ഇവിടെ പോട്ടാം പരിപാടി. നമ്മള് ഷൈനിനെ പരിചയപ്പെട്ടില്ല. ഷൈനി ഷൈനി കരാട്ടക്കാരി ഉണ്ടോ? ബ്ലാക്ക് ബെൽറ്റ് അല്ലേ? കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ്. സ്വന്തമായിട്ട് കരാട്ടെ ക്ലാസ്സും പരിപാടികളൊക്കെ ഉണ്ട്. സെൽഫി അല്ല ഊക്കല്ല ബ്രോ, ഊക്കല്ലേ? എന്താണ് ഇവിടെ കൂളിംഗ് ക്ലാസ് വെച്ച് പരിപാടി എന്താണ്? ഇവിടെ ആരും ഇല്ലല്ലോ, പെൺപിള്ളേരൊന്നും ഇല്ലല്ലോ വേറെ പുറത്തൊന്നും. ആരും അറിഞ്ഞില്ലെന്ന് തോന്നുന്നില്ല. സെലിബ്രിറ്റി വരുന്നത് ആരും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. കറുത്തോടെ പാടം എങ്ങനെ ഉണ്ടായിരുന്നു? ഉറങ്ങിയായിരുന്നു ഇന്നലെ. ഷൈനി അനീഷ് എങ്ങനെ ഉണ്ടായിരുന്നു പടം? എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ഷൈനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല തോന്നി. പക്ഷേ ഗൈസ് അങ്ങനെ നമ്മളത് ബീച്ചിൽ നിന്ന് കുറച്ചു നേരം വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് നേരെ ഇറങ്ങിയിട്ടാ ഇത് പോകാൻ പോകുന്നു. ഇവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട്. ആളുകളൊന്നും ഇല്ല കേട്ടോ കൂടുതൽ. സ്കൂള് വിട്ട് വന്ന പിള്ളേർ അങ്ങനെ എന്തോ ലൈറ്റ് ഹൗസിന്റെ മേലൊക്കെ ഉണ്ട്. എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നേരെ ഒന്നങ്ങ് വീട്ടിൽ പോകും. അന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് കുമ്പള ഉത്സവം കാണാൻ വേണ്ടിയിട്ട് പോട്ടെ. വെടിക്കെട്ടും പരിപാടി 10 ലക്ഷം രൂപയുടെ വെടിക്കെട്ടാണ് ഗൈസ് ഇന്ന് കുമ്പള പൊട്ടിക്കാൻ പോകും. നോക്കാട്ടോ നമുക്ക് എന്തായാലും. അപ്പോൾ വരാട്ടോ അനീഷ് അവിടുന്ന് വണ്ടി എടുത്ത് ഗൈസ്. അപ്പോൾ നമ്മളിത് ഇപ്പം സമയം 10:15 നമ്മളിത് കുമ്പള ഉത്സവത്തിന് വേണ്ടി പോകുന്നു കേട്ടോ. അവിടെ വെടിക്കെട്ട് കുമ്പള വെടി കാണാനാണ് കേട്ടോ നമ്മൾ വന്നത്. പക്ഷേ അവിടെ വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് കേൾക്കാനുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ അപ്പുറത്താണ് ഈ കുമ്പള എന്ന് പറഞ്ഞ കറക്റ്റ് സ്പോട്ട്. അവിടുത്തെ പരിപാടി ഇവിടെ കേൾക്കുന്നുണ്ട്. ഇവിടുന്ന് കാണാനൊക്കെ പറ്റുന്നുണ്ട് മേലെ പോയി പൊട്ടുന്ന ഇതൊക്കെ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. അതിപ്പോഴും തീരുമില്ലെന്നാണ് പറഞ്ഞത്. കുറേ സമയമുണ്ട്. നല്ല വലിയ വെടിക്കെട്ടും പരിപാടിയൊക്കെയാണ്. അപ്പോൾ എന്തായാലും പോയിക്കട്ടെ. അവിടെ എത്തുമ്പോഴേക്കും ഉണ്ടെങ്കിൽ നമുക്ക് കാണാം കേട്ടോ. പിന്നെ ബാക്കിയുള്ള എല്ലാവരും പോയി. ഞങ്ങൾ കുറേ സാഹചര്യങ്ങൾ കൊണ്ട് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. ഇങ്ങനെ പേടിപ്പിക്കലടാ. ഇതാര് ഗൈസ്? ഇത് ഇവിടുത്തെ ലോക്കി. ഇത് റാണി. വേറൊരു റാണി ഇവിടെ ഉണ്ട്. അവൻ ഇരുട്ടത്താണ്, അതുകൊണ്ട് അവനെ കാണുന്നില്ല. അപ്പോൾ ഗൈസ് ഞങ്ങളിത് പോകാൻ പോകണ്ട. ഞങ്ങൾ ബൈക്കായിട്ടാണ് പോകുന്നത്. മച്ചാ റെഡി അല്ലേ? ഞാനും മച്ചാനേ ഉള്ളൂ. ബാക്കി എല്ലാവരും പോയിട്ട് അനീഷും എല്ലാം മിസ്സായി തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മളിത് ഇവിടെ എത്തിയില്ല. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് നേരത്തെ നമ്മൾ ഈ മേലെ പോയി പൊട്ടുന്ന ഇതെല്ലാം കണ്ടത്. നമ്മളവിടെ പോയപ്പോഴാണ് ഈ പടുകളവൻ്റെ വാക്കും കേട്ടിട്ട് മലപ്പുറത്തുനിന്ന് വണ്ടി കയറി ഇവിടം വരെ വന്ന ഞാനും അവിടെ നിൽക്കുന്ന പൊന്നും വെറും പൊട്ടനായിക്കൊണ്ട് മച്ചോ
അല്ലല്ല ഇങ്ങനെ ലൈറ്റിന്റെ അടുത്തേക്കോ അല്ല വാ. ഇവന്റെ വാക്കും കേട്ട് മലപ്പുറത്ത് നിന്ന് വണ്ടിയും എടുത്ത് കുറ്റിയും പറിച്ചിട്ട് പോയിട്ട് ഇവിടെ വന്നിട്ട് ഒരു ഉണ്ടയില്ല ഗൈസ്. നമ്മളെ കോട്ടയം അമ്പലത്തിലെ വെടിക്കെട്ട് പോലും ഇവിടെ ഇല്ല. ക്യാമറ സീനുണ്ട്, സോറി ജനോട്ടൊന്നും പറയുന്നില്ല, പകല് പറയാം. ഗൈസ് ഇപ്രാവശ്യം ഇവിടെ വെടിക്കെട്ട് ഇല്ലായിരുന്നിട്ടാ. നമ്മളാ നേരത്തെ കണ്ട അങ്ങനത്തെ പരിപാടിയില്ല. അത് ഏകദേശം 1 മണിക്കൂറോളം ഉണ്ടായിരുന്നിട്ടാ. അത് ഭയങ്കര എന്താ പറയാ, നമ്മളതിങ്ങനെ മുഴുവനായിട്ട് ഇരുന്ന് കാണാനൊന്നും പറ്റിയില്ല. പക്ഷെ എന്നാലും 1 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നിട്ടാ ആ വെടിക്കെട്ട്. പക്ഷെ മറ്റ് നിന്ന് പൊട്ടുന്ന ആ പരിപാടി നമുക്ക് കാണാൻ പറ്റിയില്ല. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. ഇപ്രാവശ്യം നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാം. മച്ചാ ഞാൻ യോജിക്കുന്നു അച്ഛൻ. അതല്ല യോജിക്കുന്നില്ലേ? ഞാൻ അടുത്ത പ്രാവശ്യം കാണാന്നുള്ളത് യോജിക്കുന്നില്ല. ഇപ്പൊ കാണിക്കണം വെടിക്കെട്ട്. എന്ത് ചെയ്യാൻ? ഇനിയിപ്പോ എന്തായാലും ഇപ്രാവശ്യം ഏതായാലും ഇങ്ങനെ പോയി. അടുത്ത പ്രാവശ്യം ഇവന്റെ വാക്കും കിടല്ല, ഇവനെ ഞാൻ അങ്ങോട്ട് വരുത്തും. നല്ല കിടലം വെടിക്കെട്ട് ഞങ്ങളുടെ നാട്ടിലൊന്നും വരണ്ട. എന്ത് വേറെന്ത് പൊട്ടുന്നു? ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ലൈഫിൽ ഉത്സവം ഇല്ല. അടുത്ത പ്രാവശ്യം അച്ഛൻ ഞാൻ ഉച്ചക്ക് ഞാൻ കൊണ്ടിരിക്കും ബാക്കി വടി കിട്ടാണ്. എന്നിട്ട് രാത്രി ഇതുപോലെ വെടിക്കെട്ടില്ലാതെ ഉച്ചയ്ക്ക് വന്നിരുന്നതിന് ശേഷം പോകുന്ന അവസ്ഥ ആലോചിച്ചോക്കെ. അന്നില്ലേ ലക്ഷങ്ങൾ കാണും. അന്ന് വിവേകിനെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിലുണ്ടോ വിവേക് ഫാൻസ് ലൈക്ക് അടി, വിവേകിന് യോജിക്കുന്ന ലൈക്ക് അടി എന്ന സാധനം ഉണ്ടോ? കണ്ടോ മോനെ തീപ്പാണ്. വെടിക്കെട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വെടിക്കെട്ട് വളരെ മനോഹരമായിരുന്നു, വളരെ മികച്ചു നിന്നു. 1 മണിക്കൂറിലധികം എന്ന് പറയാം. നീ വാ പൊളിക്കരുത്. വെടിക്കെട്ട് എന്നും പറഞ്ഞുകൊണ്ട് മലപ്പുറത്ത് നിന്ന് വിളിച്ചു വരുത്തിയതാണ് എന്നെ ഈ പൊന്നുനെ. പൊന്നുനെ കരഞ്ഞ് വെടിക്കെട്ടില്ലാത്തോണ്ട്. പൊന്നു മുഖം നോക്കി, പൊന്നു ഒന്ന് കാണിക്ക്. വെടിക്കെട്ടെല്ലാം ഉണ്ടായിരുന്നു, നിങ്ങൾ നേരെ വരാത്താണ്. ആ വെടിക്കെട്ട് എന്ത് മറ്റേ പോക്കറ്റിലിട്ടാണോ പൊട്ടിക്കുന്നത്? രഹസ്യമായിട്ടാണോ നിങ്ങൾ വെടിക്കെട്ടൊക്കെ? നമ്മള് കാണും. എവിടെ നിങ്ങൾ കണ്ടാ? അല്ല നിങ്ങൾ ആദ്യമേ ഓടി കേറിയിട്ട് ആ ബാത്റൂമിന്റെ മേലെ കേറിയിരുന്നായിരുന്നല്ലോ, അന്ന് കണ്ട? നമ്മൾ വന്ന സമയത്ത് ബാത്റൂമിന്റെ മേലേക്ക് വലിഞ്ഞു കേറിയിട്ട് അവിടെ നിൽക്കുന്ന അലങ്കരിച്ച് വെച്ചിരിക്കുന്ന പൂമാല തൂക്കിയിട്ടത് കാണിച്ചു തന്നിട്ട് ഇവള് പറഞ്ഞ് ദേ ആ കാണുന്നത് മൊത്തം മലപ്പുറത്തുനിന്ന് കോഴിക്കോട് കണ്ണൂര്. അത് വേറെ വെടി പറഞ്ഞു. പൂമാല തൂക്കിയിട്ട് കണ്ടിട്ട് വെടിക്കെട്ടാണ്. ഇയാളപ്പതൊക്കെ പൊതി വിളിച്ചിട്ട് വാ പൊന്നിതാണ് ചോന്നത് മൊത്തം. ആ ഇവളില്ലേ, ഞാൻ വന്നപ്പോ തന്നെ കാണിച്ചു തരാം. ഇത് ആ നിക്കുന്നത് മൊത്തം വെടിക്കെട്ടാണ്. എന്ത് പറയാൻ അവസ്ഥ. എന്താണ് എന്തേലും മേടിക്കാനുണ്ടാ? ഷൈനി എന്തേലും മേടിക്കാനുണ്ടാ? എന്തുണ്ട് എന്തൊക്കെ സാധനങ്ങൾ? ഇത് നമ്മളെ നാട്ടിലില്ലാത്ത സാധനങ്ങളാണ് കേട്ടോ. ഇത് നമ്മുടെ കടയിലേക്കാണ് ഇതിന്റെ ഉള്ളിലെന്നുണ്ടോ പറഞ്ഞു. എന്റെ മോനെ ഗൈസ് ഒടുക്കത്തെ ഞാനുണ്ടോ. പരിപാടികളെല്ലാം തീർന്നുണ്ട്. ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താ തിരക്കിങ്ങനെ ആളുകളൊക്കെ പിരിഞ്ഞു പോകുന്നതാണ്. അമ്പലവിടെ എങ്ങനെ എന്നാ പോ അപ്പൊ അമ്പലം കണ്ടിട്ട് വരും. ഓക്കെ എന്റെ മോനെ കിഡിലെ ആംബിയൻസ് അല്ലേ ഇങ്ങ. നീ അന്ത പക്കം പാറ്. എന്താ അടിപൊളിയല്ലേ? പറഞ്ഞ എങ്ങനെ ഭഗവാനെ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിരുത്തി പൂജയൊക്കെ ചെയ്ത് പിന്നെ മുകളിലോട്ട് കൊണ്ടുപോകും. അപ്പൊ അവിടെ വേറൊരു കട്ടയില് പിന്നെ ഇരുത്തും. അങ്ങനെ പോയിട്ടാണ് നമ്മള് നേരത്തെ കണ്ട ഏറ്റവും ടോപ്പ് മെയിൻ സംഭവം ഉണ്ടല്ലോ പടക്കം വെടിക്കെട്ടിന് മുമ്പുണ്ടായത് തീർക്കുന്നേ. അവിടെ കൊണ്ടുപോകും. വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചെണ്ടയോളം തിരിച്ച് ഭഗവാനെ. ഇതാണപ്പോ ക്ഷേത്രം. കിഡിലെ ആംബിയൻസ് ഗൈസ്. അവിടെ എന്തോ മറ്റേ ഭഗവാന്റെ
വിഗ്രഹം ഇതെല്ലാം അവിടെ വെക്കുന്ന ഇതിലാണ്. അങ്ങനെ നമ്മളിത് അമ്പലത്തിൽ നിന്ന് തിരിച്ച് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കണ്ട. കിട്ടില്ലായിരുന്നിട്ട് അമ്പലം ഭയങ്കര ആംബിയൻസ്, ഇതുപോലെ ലൈറ്റും പരിപാടിയെല്ലാം അലങ്കരിച്ചിട്ട് ഉള്ളിലേക്ക് ശ്രീകോവിലിന്റെ ആ ഭാഗം നമ്മൾ കണ്ടില്ല, പക്ഷെ അവിടെ എന്തോ ചടങ്ങും പരിപാടിയൊക്കെ നടക്കണം. അപ്പൊ എന്തായാലും മൊത്തത്തിൽ നൈസായിരുന്നു. വേറെ എന്തോ ചടങ്ങ് ഇതൊക്കെ നടക്കുന്നുണ്ട്, അപ്പൊ അതും കാണാൻ പറ്റി. ആ കറക്റ്റ് ടൈമിനാണ് ഞങ്ങളെത്തിയത്. കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചങ്ങോട്ട് തന്നെ കയറുന്നു. അപ്പൊ ഗൈസ്, ഇന്നലത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് വണ്ടി കയറാൻ വേണ്ടിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉറക്കക്ഷനൊക്കെ സീൻ എടുക്കുന്നത്. ഞങ്ങള് പിന്നെ ഞാൻ എടുക്കണ്ട പറഞ്ഞു രാവിലെ ചെയ്യാറില്ല വീഡിയോ അതിന്റെ കയറിച്ചിട്ട്. ഇന്നലെ നമ്മൾ എത്തിപ്പോ ഏകദേശം എത്ര മണിയുണ്ടോ വെച്ചാ? ഇന്നലെ നമ്മള് 1:30 കിടന്നപ്പോ എന്തായാലും 2 മണി. എന്തായാലും ഇന്നലെ ഉത്സവം പരിപാടിയൊക്കെ നൈസായിരുന്നു ഗൈസ്. നമുക്ക് വെടിക്കെട്ട് കാണാൻ പറ്റില്ല ഇല്ല, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ഉത്സവം ആയതില്ലെങ്കിലും അമ്പലത്തിൽ പോയത് അതിന് അടുത്ത വർഷം തൂക്കും. അടുത്ത വർഷം ഇനി വെടിക്കെട്ട് കാണാൻ എന്തായാലും. അവിടെ വേറെ വലിയ വെടിക്കെട്ടുണ്ട്, ഞാൻ വിളിക്കുന്നുണ്ട്. ശബ്ദം എനിക്ക് പ്രശ്നമാണ്. ഷൈനി അനിച്ചെല്ലാം പോയിട്ട് കാണാൻ പറ്റില്ല. അതെ, അവരും പിന്നെ നൈറ്റ് ഞങ്ങൾ ഏതായാലും ഗുഡ് ബൈ പറഞ്ഞിട്ടാണ് പോയത്. വയ്യാണ്ടായി. അതാ പിന്നെ ലാസ്റ്റിക്ക് വേറെ ഒന്നും കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. അനീഷൊക്കെ ആകെ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ നേരം അവിടെ ഇരുന്ന് കുറെ ലേറ്റ് ആയില്ലേ, ഒരു 2 മണിയൊക്കെ ആയിരുന്നു വീട്ടിലെത്തിപ്പോ. അത് കഴിഞ്ഞ് പിന്നെ കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് ഇപ്പൊ സമയം 8 മണിയാവുന്നുള്ളൂ. രാവിലെ എണീറ്റ് അപ്പൊ തന്നെ പോരാനായി. മൊത്തം ഉറക്കൊക്കെ ഇതാവുകയാണ്. എന്തായാലും 2-3 ദിവസം ഉറക്കുണ്ട്, അതൊന്ന് സെറ്റ് ആക്കണം. 29 ഷൂട്ട് ചെയ്യണ. 29 ഇല്ല, 4 വർഷത്തിൽ രക്ഷട്ടാ. ഇനി അടുത്ത 4 വർഷം കഴിഞ്ഞിട്ട് നമ്മള് കാണുന്നുണ്ടെങ്കിൽ അന്ന് ഓർമ്മിക്കാം. ഞങ്ങൾ 4 വർഷം കൊണ്ട് ഞങ്ങൾ കരിയർ പാട്ടി കളിക്കണം. അപ്പൊ ഗൈസ്, അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ കാര്യങ്ങൾ ഈ വീഡിയോയില്. നമുക്ക് കാണാട്ടെ. ഓക്കെ, ബൈ. അടി വെച്ചാ